നെക്സ്റ്റ് ടോപ്പിക്ക് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് എന്താണെന്നാണ്. സോ വാട്ട് ആർ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ്? ഇപ്പം ദ ക്വാണ്ടം മെക്കാനിക്കൽ ബിഹേവിയർ ഓഫ് എ സിസ്റ്റം ഓഫ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ഗിവ്സ് റൈസ് ടു സിമെട്രി ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ആൻഡ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് എന്താണെന്ന് നമുക്ക് ഒരു ക്ലാരിറ്റിയിൽ പറയണമെങ്കിൽ നമുക്കൊരു ഇലക്ട്രോൺസിനെ കൺസിഡർ ചെയ്യാം. അപ്പം ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ആണ്. കാരണം എന്താണ്, നമുക്കതിനെ ഒരു ഇലക്ട്രോണിന് വേറെ ഇലക്ട്രോണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. നമുക്ക് ലേബൽ ചെയ്യാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കളറൊന്നുമില്ല. സോ എന്താണ്, സെയിം മാസാണ്, ചാർജും സ്പിന്നും ഒക്കെ വ്യത്യാസം തന്നെയാണ്. സ്പിന്നിന് എന്താണ്, ഒരു ഇലക്ട്രോണിൻ്റെ സ്പിന്ന് അപ്പിലാണെങ്കിൽ മറ്റേത് ഒന്ന് അപ്വാർഡാണെങ്കിൽ മറ്റേത് ഡൗൺവാർഡ് ആവുമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ ഏതാണ് രണ്ടും വ്യത്യാസമായിട്ടുള്ളത് ഏതാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. സോ ലീനിയർ മൊമെൻറ്റ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇലക്ട്രോൺസ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് അല്ല, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ സ്പിൻ ആണ്, സ്പിന്നിപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഫറെൻ്റ് ആണ്, പ്ലസ് ഹാഫും മൈനസ് ഹാഫും വരാം. പക്ഷേ അതെന്താണ്, സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോൺസിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ഒരു വി ക്യാൻ സേ ദാറ്റ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആർ സെറ്റ് ടു ബി ഐഡൻറ്റിക്കൽ. ഓക്കെ, ഇഫ് ദേ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ കംപ്ലീറ്റ് സെയിം സെറ്റ് ഓഫ് കമ്മ്യൂട്ടിംഗ് ഒബ്സർവേഴ്സ്. ഇപ്പോൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നതാണ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ആണ്. കാരണം ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ആകുമ്പോൾ നമുക്ക് കമ്മ്യൂട്ടിംഗ് ഒബ്സർവബിൾസ് വെച്ചിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇലക്ട്രോണിൻ്റെ കേസിലാണെങ്കിൽ സെഡ് ആക്സിസ് ഓഫ് സ്പിന്ന്, അതായത് സ്പിൻ ഇൻ ദ സെഡ് ഡയറക്ഷൻ, അതേപോലെ തന്നെ മൊമെൻറ്റം എക്സ് ഡയറക്ഷനുള്ള മൊമെൻറ്റം വെച്ചിട്ട് നമുക്ക് ഒരു ഇലക്ട്രോണിനെ ഡിസ്ക്രൈബ് ചെയ്യാം, അതേ സെയിം സെറ്റ് വെച്ചിട്ട്. സോ ഈ സ്പിന്നും എസ് സെറ്റും പി എക്സും എന്താണ്, കമ്മ്യൂട്ടിംഗ് ആയിട്ടുള്ള ഒബ്സർവബിൾസ് ആണ്. ഇതേ രണ്ട് ഒബ്സർവബിൾസ് വെച്ചിട്ട് തൊട്ടടുത്തുള്ള ഇലക്ട്രോണിനെയും ഡിസ്ക്രൈബ് ചെയ്യാം, നമുക്ക് അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും, അത് ന്യൂക്ലിയോൺസിൻ്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഒരു പാർട്ടിക്കിളിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് നമുക്കൊരു 2 സ്റ്റേറ്റ് ഓഫ് 1 പാർട്ടിക്കിൾ, അതായത് ന്യൂക്ലിയോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ 2 സ്റ്റേറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുതിയൊരു ഒബ്സർവബിളാണ് ഐസോസ്പിൻ. ഓക്കെ, അതായത് അനലോഗസ് ടു സ്പിൻ ആണ് ഐസോസ്പിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രോട്ടോൺസ് എന്താണ്, പോസിറ്റീവ്ലി ചാർജാണ്, പക്ഷേ ന്യൂട്രോൺസ് എന്തില്ല, ചാർജ് ഇല്ല. അതേപോലെ തന്നെ മാസുകൾ എന്താണ്, ചെറിയ വ്യത്യാസമാണെങ്കിലും അത് ഡിഫറെൻ്റ് ആണ്. സോ ഐസോസ്പിൻ എന്ന് പറയുന്നത് പ്രോട്ടോണിനും ന്യൂട്രോണിനും എന്താണ്, പ്ലസ് ഓർ മൈനസ് ഹാഫ് ആണ്. ഓക്കെ, ന്യൂക്ലിയോണിൻ്റെ ടോട്ടലി ഹാഫാണ്. സോ ഒന്നുകിൽ പ്രോട്ടോണിൻ്റെ അതിനനുസരിച്ചിട്ട് പ്ലസ് ഓർ മൈനസ് ഹാഫ്, പ്രോട്ടോണും ന്യൂട്രോണും. ഓക്കെ, സോ ദീസ് ആർ ദ eigen values ഓഫ് ഐസോസ്പിൻ. ഐസോസ്പിന്നെ ടി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിസ്ക്രിപ്ഷൻ ഓഫ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ആസ് ദി ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് ന്യൂക്ലിയോൺ വിൽ നോട്ട് വാലിഡ്. അപ്പോൾ നമ്മൾ പക്ഷേ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഒരു പാർട്ടിക്കിളിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളാണ് പ്രോട്ടോൺ ന്യൂട്രോൺ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാമിൽട്ടോണിയൻ വാരി ചെയ്യും, രണ്ടിൻ്റെയും ഹാമിൽട്ടോണിയൻ അപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ, നമ്മൾ മുന്നേ കണ്ടതാണ്. ഓക്കെ, ആൻഡ് ദെൻ പ്രിൻസിപ്പിൾ ഓഫ്, ഇവിടെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിസ്റ്റിങ്ഷബിലിറ്റി കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്റ്റിങ്ഷ് ചെയ്യാം. ഇപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾ എന്ന് പറയും. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ലേബൽ ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ പാത്ത് വെച്ചിട്ട് ഇത് ഒന്നാമത്തെ പാർട്ടിക്കിളാണെങ്കിൽ മറ്റേത് രണ്ടാമത്തെ പാർട്ടിക്കിളാണ്, പാത്ത് വെച്ചിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഒബ്സർവിങ്ങും ലേബലിങ്ങും എന്ത് ചെയ്യുന്നില്ല, അവിടുത്തെ ഡൈനാമിക്സിനും ക്ലാസിക്കൽ ഇക്വേഷൻസിലൊന്നും മാറ്റാൻ പറ്റില്ല. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി അങ്ങനെയാണ്, നമ്മൾ ഒരു പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സിസ്റ്റം ഡിസ്റ്റർബ്ഡ് ആയി, വേവ് ഫംഗ്ഷൻ മാറ്റം വന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ ഇൻ എ സിസ്റ്റം ഓഫ് ഐഡൻറ്റിക്കൽ മൈക്രോ പാർട്ടിക്കിൾസ് ലേബലിംഗ് ആൻഡ് ഒബ്സർവിങ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്കാറ്ററിങ്, ഒരു പ്രോട്ടോൺ സ്കാറ്ററിങ് എടുക്കുക. സോ പ്രോട്ടോൺ സ്കാറ്ററിങ്ങിൽ വാട്ട് ഹാപ്പൻസ്, രണ്ടും സെയിം പാർട്ടിക്കിളാണ്, അല്ലേ. സോ നമുക്ക് പ്രൊജക്റ്റൈൽ ഏതാണ്, സ്കാറ്റേർഡ് വൺ ഏതാണ്, നമുക്ക് ഡിസ്റ്റിങ്ഷ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദിസ് ഇന്നബിലിറ്റി ടു ഡിസ്റ്റിങ്ഷ് അപ്പാർട്ട് പാർട്ടിക്കിൾസ് ഓഫ് ആൻ ഐഡൻറ്റിക്കൽ, ഈ ഇന്നബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐഡൻറ്റിക്കൽ സിസ്റ്റം ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിസ്റ്റിങ്ഷബിലിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിസ്റ്റിങ്ഷബിലിറ്റി. ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് വി ഫൈൻഡ് സ്കാറ്ററിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ക്ലാസിക്കൽ മെക്കാനിക്കിൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ, ക്വാണ്ടം മെക്കാനിക്സിൽ സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് ആണ് കാണുന്നത് ബിക്കോസ് ഓഫ് ദിസ് ഡിസ്റ്റിങ്ഷബിലിറ്റി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ സിമെട്രിക് വേവ് ഫങ്ഷൻസും, ഓക്കെ, സിമെട്രിക് വേവ് ഫങ്ഷൻസ് ആൻഡ് ആൻറ്റി സിമെട്രിക് വേവ് ഫങ്ഷൻസ് ആണ്.
So to observe the importance of principle of indistinguishability of particles, identical particles in quantum mechanics, let us consider an identical system. ഒരു ഐഡൻറ്റിക്കൽ സിസ്റ്റം കൺസിഡർ ചെയ്യുക. രണ്ട് പാർട്ടിക്കിൾസ് ആണുള്ളത്. 1, 2 എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിസ്റ്റിങ്ഷബിലിറ്റി ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് കൺസിഡർ ചെയ്യാം. സോ ഹാമിൽട്ടോണിയൻ, ലെറ്റ് us കൺസിഡർ ആൻ ഐഡൻറ്റിക്കൽ സിസ്റ്റം ഓഫ് 2 പാർട്ടിക്കിൾസ്, രണ്ട് പാർട്ടിക്കിൾസിൻ്റെ സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഹാമിൽട്ടോണിയൻ എന്താണ്, എച്ച് ക്യാപ്പ് ഓഫ് 1, 2, അതേപോലെ തന്നെ എച്ച് ക്യാപ്പ് ഓഫ് 2, 1 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇതിൽ ഫസ്റ്റത്തെ ഇൻഡെക്സ് കാണിച്ചിരിക്കുന്നത് എന്താണ്, ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ പൊസിഷനാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ പൊസിഷനാണ്. ഓക്കെ, ആൻഡ് ഇവിടെ H21 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിക്കിൾ, അതേപോലെ തന്നെ 1 കാണിക്കുന്നത് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ. ഓക്കെ, സോ H12 ആൻഡ് H21 എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻസ് ആയിരിക്കും. രണ്ട് പാർട്ടിക്കിൾസ് ആണുള്ളത്. ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിസ്റ്റിങ്ഷബിലിറ്റി റിക്വയർസ് ദി കണ്ടീഷൻ ദാറ്റ് നമ്മൾ എന്താ പറയുക, ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഇൻവാരിയൻ്റ് ആയിരിക്കണം അല്ലേ. സോ ഹാമിൽട്ടോണിയൻ ടു ബി ഇൻവാരിയൻറ്റ് ഇൻ ദ ഇൻ്റർചേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ്റർചേഞ്ച് ചെയ്താലും ഹാമിൽട്ടോണിയന് മാറ്റം വരാൻ പാടില്ല. കാരണം എന്താണ്, സെയിം കമ്മ്യൂട്ടിംഗ് ഒബ്സർവേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഒരു പാർട്ടിക്കിളിന് ഐഡൻറ്റിറ്റി പാർട്ടിക്കിൾസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ എന്ത് വരാൻ പാടില്ല, പാർട്ടിക്കിളിൽ ഇൻ്റർചേഞ്ച് ചെയ്താലും അതിൻ്റെ ഹാമിൽട്ടോണിയൻ ഇൻവാരിയൻ്റ് ആയിരിക്കണം. സോ അതാണ് കണ്ടീഷൻ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിസ്റ്റിങ്ഷബിലിറ്റിക്കുള്ളത്. സോ എന്താണ്, ദാറ്റ് മീൻസ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് H12 ഈസ് ഈക്വൽ ടു H21 ആയിരിക്കണം. നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ മൈനസ് IH ക്രോസ് ഡോ സൈ ബൈ ഡോ ടി. ഓക്കെ, അപ്പം IH കട്ട് ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി, അതായത് ഇതെന്താണ്, ഫസ്റ്റ് 1, 2, അതായത് ആദ്യം പാർട്ടിക്കിൾ 1 ദെൻ 2 ആ പൊസിഷനാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ഈസ് ഈക്വൽ ടു H12 ഇൻറ്റു Psi12, അതിലെ 1, 2 എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലിരിക്കുന്ന പാർട്ടിക്കിൾ. അപ്പം നമുക്കിപ്പോൾ ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ നമ്പർ കൊടുത്തിരിക്കുകയാണ്. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഓക്കെ, നൗ വി ആർ ഇൻ്റർചേഞ്ചിങ് ദി പാർട്ടിക്കിൾ ഇൻ്റർചേഞ്ച് ചെയ്യുക. ദാറ്റ് ഈസ് IH കട്ട് ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് Psi12 ഇസ് ഈക്വൽ ടു H12 ഇൻറ്റു Psi21. പാർട്ടിക്കിളിനെ ഇൻ്റർചേഞ്ച് ചെയ്തു. ഓക്കെ, സോ Psi12 Psi21 എന്താണ്, ഇറ്റ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അല്ലേ. ഇപ്പോൾ രണ്ടും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ്. Psi12 എന്ന് പറയുന്നത് ഒരു പോസിബിൾ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റമാണ് വിത്ത് സം എനർജി. അതേപോലെ തന്നെ Psi21 എന്ന് പറയുന്നതും ഒരു ഓൾസോ പോസിബിൾ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റമാണ് വിത്ത് ദ സെയിം എനർജി. ഓക്കെ, സോ ഇതിൻ്റെ സൂപ്പർ പൊസിഷൻ എന്ത് തന്നെയായിരിക്കും, ഇറ്റ് ഈസ് ഓൾസോ ദി സൊല്യൂഷൻ ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വിത്ത് പെർട്ടിക്കുലർ എനർജി. സോ Psi, അപ്പോൾ നമ്മൾ Psi S സഫിക്സ് S വെച്ചിട്ടാണ് കാണിക്കുന്നത്. അതായത് സിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക് വേവ് ഫങ്ഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ സിമെട്രിക് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സബ്സ്ക്രിപ്റ്റ് S ആണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം, ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കൂടി സൂപ്പർ പൊസിഷൻ ആയിരിക്കും. സൂപ്പർ പൊസിഷൻ എന്ന് വരുമ്പം രണ്ടും വരാം, ഒന്ന് കൺസ്ട്രക്റ്റീവും വരാം ഡിസ്ട്രക്റ്റീവും വരാം അല്ലേ. അപ്പം Psi S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൺസ്ട്രക്റ്റീവ് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് 1/√ ഓഫ്, ദാറ്റ് ഈസ് സം നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് ആണിത്. സോ 1/√ ഓഫ് 2 പ്ലസ് ഡെൽറ്റ ആൽഫ ബീറ്റ ഇൻറ്റു Psi12 പ്ലസ് Psi21, രണ്ടിൻ്റെയും കൂടി കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സൂപ്പർ പൊസിഷൻ വരാം. അത് സിമെട്രിക് ആണ്. ഓക്കെ, സിമെട്രിക് വേവ് ഫംഗ്ഷൻ, അതുകൊണ്ട് Psi S എന്ന് പറഞ്ഞു. ഇതൊരു നോർമലൈസേഷൻ ഫാക്ടറാണ്. ദെൻ Psi A12 ദാറ്റ് ഈസ് ആൻറ്റി സിമെട്രിക്. അപ്പോൾ Psi A ഓഫ് 12 എന്ന് പറഞ്ഞെങ്കിൽ 1/√2 ഇൻറ്റു Psi ഓഫ് 1, 2 മൈനസ് ഓക്കെ Psi ഓഫ് 2, 1 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ Psi S ഓഫ് 1, 2 കണ്ടു അല്ലേ. Psi S ഓഫ് 1, 2 കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, Psi S ഓഫ് 2, 1 കാണുക. അപ്പം രണ്ട് തരത്തിലിരിക്കും, രണ്ട് പാർട്ടിക്കിൾസ് ആണ്, അപ്പോൾ രണ്ട് തരത്തിലല്ലേ ഇരിക്കുക. അപ്പം Psi S ഓഫ് 2, 1 കാണുക. Psi S ഓഫ് 2, 1 വിൽ ബി again 1/√ of 2 into 1 plus delta alpha beta into Psi 2, 1, 1 plus Psi 1, 2. അതായത്
രണ്ടും കൂടി ആഡ് ചെയ്യാണ് ചെയ്തത് ഈ വേവ് ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് ഈ സൈ എസ് ഓഫ് 2 കിട്ടി, സൈ എസ് ഓഫ് 1 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആണ് അല്ലേ. സൈ എസ് ഓഫ് 2 ഈസ് ഈക്വൽ ടു സൈ എസ് ഓഫ് 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് സിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് പറയാം. വേവ് ഫംഗ്ഷൻസ് ഈക്വൽ ആണ് അല്ലേ. പാർട്ടിക്കിൾസ് ഇൻ്റർചേഞ്ച് ചെയ്താലും എന്താണ്, വേവ് ഫംഗ്ഷൻസ് സിമെട്രിക് ഒരേപോലെയാണ് വന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മളതിന് സൈ എസിന് സിമെട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് പറയും. ഇനി നമുക്ക് സൈ എ കിട്ടിയിട്ടുണ്ട്, അത് ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷനാണ്. അത് സൈ എ ഓഫ് 1, അത് ഒരു പാർട്ടിക്കിൾ അപ്പോൾ ആൽഫ എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കുന്നത്, മറ്റേ പാർട്ടിക്കിൾ ബീറ്റ എന്ന് പറയുന്ന പൊസിഷനിലായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് രണ്ടാമത്തെ പാർട്ടിക്കിളാണ് ആൽഫ എന്ന് പറയുന്ന പൊസിഷനിലിരിക്കുന്നത്, ഒന്നാമത്തെ പാർട്ടിക്കിൾ ബീറ്റ എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√2 ഇൻറ്റു എന്താണ് സൈ ഓഫ് 2 1 മൈനസ് സൈ ഓഫ് 1 ആണ്. സോ നമ്മൾ കമ്പയർ, ദാറ്റ് ഈസ് മൈനസ് 1/√2 ഇൻറ്റു അല്ലെ നെഗറ്റീവ് സൈൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സൈ ഓഫ് 1 മൈനസ് സൈ ഓഫ് 2 കിട്ടി. ദാറ്റ് ഈസ് നമുക്ക് എന്ത് മനസ്സിലായി, സൈ എ ഓഫ് 2 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് സൈ എ 1 ദാറ്റ് ഈസ് ഒരു നെഗറ്റീവ് സൈൻ വന്നപ്പോൾ ആൻറ്റി സിമെട്രിക് ആണ് വന്നു. സോ നമുക്ക് സിമെട്രിക് വേവ് ഫംഗ്ഷൻസും ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻസും കിട്ടി. ഓക്കെ നൗ വി ഇൻട്രൊഡ്യൂസ് ഒരു എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ പി എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പാർട്ടിക്കിൾസ് ഇൻ്റർചേഞ്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷനിൽ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിക്കും, പാർട്ടിക്കിൾസ് ഇൻ്റർചേഞ്ച് ആവും. സോ അതാണ് കൊടുത്തിരിക്കുന്നത്. P12 ഈസ് ആക്ടിങ് ഓൺ സൈ 12, വാട്ട് ഹാപ്പൻഡ്, നമുക്ക് സൈ 21 കിട്ടും. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് P12 ഈസ് ഈക്വൽ ടു 1 ആണ്, അത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ P12 രണ്ട് വാല്യൂസ് കിട്ടും, +1 കിട്ടും -1 കിട്ടും. ഓക്കെ, അതായത് ഏഗൻ വാല്യൂ +1 വരാം, ഏഗൻ വാല്യൂ -1 വരാം. ഓക്കെ, അപ്പം ഏഗൻ വാല്യൂ +1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്റ്റർ സൈ പ്ലസ് ഓഫ് 12 ആണ്. സൈ പ്ലസ് ഓഫ് 12 ആണ്. അതേപോലെ തന്നെ -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്റ്റർ സൈ മൈനസ് ഓഫ് 12 ആണ്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ, സൈ പ്ലസ് ഓഫ് 12ൽ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ, സോറി ഐഡൻറ്റിറ്റി അല്ല, എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ. ഓക്കെ, P12 ക്യാപ്പ് ആക്ട് ചെയ്യാണ് സൈ പ്ലസ് ഓഫ് 12ൽ. സോ എന്ത് പറ്റും, നമ്മുടെ വേവ് ഫംഗ്ഷനിൽ പാർട്ടിക്കിൾ ഇൻ്റർചേഞ്ച് ആവും അല്ലേ, സൈ പ്ലസ് ഓഫ് 21 ആയിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, സൈ പ്ലസ് ഓഫ് 12 തന്നെയാണ്. ഓക്കെ, ഇനി അതേപോലെ സൈ മൈനസ് ഓഫ് 12ൽ പി ആക്ട് ചെയ്യാണ്, P12 നമുക്ക് എന്ത് കിട്ടും, സൈ മൈനസ് ഓഫ് 21 കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് സൈ മൈനസ് ഓഫ് 12. ഓക്കെ, നൗ സൈ പ്ലസ് എന്താണ്, സൈ മൈനസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കണം. സോ കമ്പയറിങ് ഇക്വേഷൻ 6 and 7 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈ പ്ലസ് ഈസ് ഈക്വൽ ടു സൈ എസ് ഓഫ് 12 എന്നും സൈ മൈനസ് ഈസ് ഈക്വൽ ടു സൈ എ ഓഫ് 12 എന്നും കിട്ടും. നമ്മൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സൈ എസ് ഓഫ് 12 എന്ന് പറഞ്ഞെങ്കിൽ സം നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1 പ്ലസ് P12, അതായത് സൈ 12 എന്ന് പറയുന്ന ഒറിജിനൽ സ്റ്റേറ്റ്, അതിൻ്റെ കൂടെ ആരും കൂടി ആക്ട് ചെയ്തു, P12 എന്ന് പറയുന്ന ഓപ്പറേറ്റർ സൈ 12 ആക്ട് ചെയ്തതും, അതുപോലെ ഇവിടെ ഒറിജിനൽ സ്റ്റേറ്റ് മൈനസ് P12 ആക്ടിങ് ഓൺ സൈ 12. ഓക്കെ, സോ സൈ പ്ലസും സൈ മൈനസും കിട്ടി. ഇനി ഹാമിൽട്ടോണിയൻ ഇൻവാരിയൻ്റ് ആവണം എന്ന് പറഞ്ഞു അല്ലേ, ഇൻഡിസ്റ്റിങ്ഷബിലിറ്റിക്ക്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, P12 കമ്മ്യൂട്ട് വിത്ത് ഹാമിൽട്ടോണിയൻ എന്നാണ്. ദാറ്റ് ഈസ് P12, H is equal to 0 ആയിരിക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഈ എക്സ്ചേഞ്ച് ഓപ്പറേറ്റർ ഡു നോട്ട് കമ്മ്യൂട്ട് ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പം PI എന്ന് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, കമ്മ്യൂട്ട് ചെയ്യില്ല. ഇറ്റ് ഈസ് ഡു നോട്ട് കമ്മ്യൂട്ട് വിത്ത് ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് PJK നോട്ട് ഈക്വൽ ടു PJK PIJ, കമ്മ്യൂട്ട് ചെയ്യില്ല. ആൻഡ് ഐയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 2 മുതൽ n-1 വരെയും, അതേപോലെ തന്നെ ജെയുടെ വാല്യൂ 2 3 to n വരെയാണ് കേട്ടോ. അപ്പം അത് നോക്കണം. നൗ phi എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേവ് ഫംഗ്ഷൻ. നൗ phi ഈസ് എ വേവ് ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ടു all eigen values of
Pij ആൻഡ് ഹാമിൽട്ടോണിയൻ. ഫൈ എന്ന് പറയുന്നത് ഒരു വേവ് ഫംഗ്ഷനാണ്. ഏതിൻ്റെ? Pijയുടെയും Hൻ്റെയും വേവ് ഫംഗ്ഷനാണ്. സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷനാണ്. സോ നമുക്ക് എഴുതാം H psi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H phi ഈസ് ഈക്വൽ ടു E5 ആൻഡ് ലാംഡ ij ആണ് ഏഗൻ വാല്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ലാംഡ ij phi ഈസ് ഈക്വൽ ടു Pij ഇൻറ്റു 5. ദാറ്റ് ഈസ് ലാംഡ ij എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിയുടെ വാല്യൂ നമ്മൾ പറഞ്ഞ ഏഗൻ വാല്യൂ എന്താ വരിക? +or-1 അല്ലേ? സോ നമുക്ക് +or-1 എന്ന് കിട്ടി. ഓക്കെ, ലാംഡ ij എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ലാംഡ ij ഈസ് ഈക്വൽ ടു ലാംഡ jk ഈസ് ഈക്വൽ ടു ലാംഡ ik. അതേപോലെ ലാംഡ ij ഇൻറ്റു ലാംഡ jk ഈസ് ഈക്വൽ ടു ലാംഡ jk ഇൻറ്റു ലാംഡ ij ഈസ് ഈക്വൽ ടു ലാംഡ ik ഇൻറ്റു ലാംഡ jk. അതേപോലെ തന്നെ പിയുടെ റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് വെൻ ലാംഡ ij ഈസ് ഈക്വൽ ടു ലാംഡ ij +1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ടോട്ടൽ സിമെട്രിക് ആണെന്നും -1 ആണെന്നുണ്ടെങ്കിൽ ടോട്ടലി ആൻറ്റി സിമെട്രിക് ആണെന്നും പറയാം. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷൻ, ഒരു സിസ്റ്റം ഓഫ് ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിൻ്റെ വേവ് ഫംഗ്ഷൻ ഒന്നുകിൽ ടോട്ടലി സിമെട്രിക്കോ അല്ലെങ്കിൽ ടോട്ടലി ആൻറ്റി സിമെട്രിക്കോ ആയിരിക്കും.